My name is Srinath. I'm a resident of Kannur district. I studied for the past 10 years in Chinmaya Vidyalaya here, and for plus 1 and plus 2 I did my education at KE School at Manana. I was also a NEET aspirant who studied at the Brilliant Coaching Center at that school. It was a very hard journey towards the goal of being a doctor. For first thing we had to clear NEET, which is a very competitive exam. We had to study very hard for many hours of the day, but the teachers there helped me so much, and my friends too. Yes, my parents have inspired me so much. I have seen them from a little age going to the profession and helping other people and saving lives, and I aspired very much to become a doctor because of that. ശ്രീനന്ദിൻ്റെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. പഠനകാലത്ത് +1 +2 സമയത്ത് ശ്രീനന്ദ് വർക്കുണ്ട്, ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൻ റിക്രിയേഷൻസും അവന് വേണ്ടതൊക്കെ അത് ഞങ്ങൾ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുണ്ട്. അവനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പഠിത്തത്തിലേക്ക് ഞങ്ങൾ തള്ളിവിട്ടില്ല. അവനെ കൂളായിട്ട് അവൻ ബേസിക്കലി ഒരു കൂൾ പേഴ്സണാലിറ്റി ആണ്, അല്ലാതെ അധികം ടെൻഷനൊന്നും അടിക്കാത്ത ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അവന് പഠന സമയത്ത് റിക്രിയേഷൻ ടൈമിൽ അവന് ബേസിക്കലി ഒരു 8 മണിക്കൂർ ഒക്കെ സാധാരണ പഠിക്കാറുള്ളൂ. മോർണിംഗ് ഒരു 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ രാത്രി പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ച് ഈവനിങ് കുറച്ച് സമയം ഒരു 12 o'clock വരെ പഠിക്കുന്നത്. അതിൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് ചിറ്റാറ്റും അതൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അവൻ്റെ കുറച്ച് 3-4 ഫ്രണ്ട്സ് ഉണ്ട്, കണ്ണൂരിൽ നിന്ന് പോയ 3-4 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അവർ ഉള്ളത് കൊണ്ട് അവന് അവിടെ അധികം ഒരു ഹോം സിക്നെസ്സും അങ്ങനെ ഒരു അനുഭവപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഒരു ഒറ്റപ്പെടൽ എന്ന രീതിയിൽ സാധാരണ എൻട്രൻസ് പഠിത്തത്തിലുള്ള സമയത്ത് എല്ലാവർക്കും അങ്ങനെ ഒരു ഫീലിംഗ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും. അതായത് ഇതുവരെയൊക്കെ ഉള്ളതുകൊണ്ട് അവന് അത് ഓവർകം ചെയ്തു. മോന് കിട്ടിയിട്ടുള്ള ഈ വിജയത്തിന് പിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ള 2-3 ഫാക്ടേഴ്സാണ്. ഒന്ന് മെയിനായിട്ട് മോൻ്റെ ഡെഡിക്കേഷനും അവൻ ഇട്ടിട്ടുള്ള ഇൻപുട്സും, പിന്നെ ഓഫ് കോഴ്സ് ഒന്ന് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ടാണ് അവൻ പഠിച്ചത്. അതിൻ്റെ കൂടെയുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. KE മന്ദാനം സ്കൂളിലാണ് +2 ചെയ്തത്. ബ്രില്യൻറ്റിൽ അവരുടെ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ടായിരുന്നു, നല്ലൊരു സ്റ്റഡി പാറ്റേൺ ആയിരുന്നു, അത് നന്നായി ഫോളോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇവന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്ത ആ സ്കൂള് KE സ്കൂൾ മന്ദാനത്താണ് നമ്മൾ +2 ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തത്. അവിടുത്തെ എൻവയൺമെൻറ്റും അവിടുത്തെ ഹോസ്റ്റലും ശരിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളും സപ്പോർട്ടീവായിരുന്നു. കുട്ടികളുടെ എൻട്രൻസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ് ശരിക്കും കുട്ടികൾക്ക്. പക്ഷേ ഈ സ്കൂളിലത്തെ അപ്രോച്ച് ശരിക്കും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുട്ടികൾക്ക് ആ ഇൻറ്റൻസീവ് സ്റ്റഡി പാറ്റേണിൻ്റെ ഒപ്പം തന്നെ അവരുടെ റിക്രിയേഷനും കൂടി നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്കൂളാണ്. പ്രത്യേകിച്ച് എൻ്റെ മോനെല്ലാം അങ്ങനെ ഒരു ഇൻറ്റൻസീവ് പാറ്റേൺ, ഭയങ്കര സ്ട്രെസ്ഫുൾ എൻവയൺമെൻറ്റ് അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് വേണം അവന് പഠിക്കാനായിട്ട്. ആ ഒരു മെൻ്റൽ സപ്പോർട്ട് ഈ സ്കൂളിൽ നിന്ന് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫാദർ ആണെങ്കിലും അടുത്ത പ്രിൻസിപ്പൽ മുല്ലശ്ശേരി അച്ഛനാണെങ്കിലും അടുത്ത ബാക്കി ഫാക്കൽറ്റീസും അതുപോലെ ഹോസ്റ്റലിലുള്ള വാർഡൻസ് എല്ലാവരും അതിന് പഠനത്തെ പോലെ തന്നെ നല്ല പ്രാധാന്യം അതിനും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് അവർക്ക് ഈ 2 വർഷക്കാലം മുന്നേറാൻ വളരെയധികം അത് ഹെൽപ്പായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വല്ലാണ്ടുള്ള ഒരു ഹോം സിക്നെസ് അവർ ഫീൽ ചെയ്തിട്ടില്ല. അത് നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു അവർക്ക് അവിടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം അവരെ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള വഴി തന്നെ തിരഞ്ഞെടുക്കാം. എനിക്ക് തോന്നുന്നു പകുതി വർക്ക് അപ്പം തന്നെ കഴിയുമോ. നമ്മൾ ഇഷ്ടമുള്ള ഫീൽഡിലേക്കാണ് വരുന്നത്. പാരൻസിൻ്റെ നിർബന്ധത്തിൽ വരുന്നവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇഷ്ടമായിട്ട് വരുന്നതാണെങ്കിൽ അവർ എങ്ങനെയെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാൻ തോന്നുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റൊരു കാര്യം പറയാനുള്ളത് ചില KE സ്കൂളിൽ വേറൊരു പ്രത്യേകത, അവിടെ പഠനത്തോടൊപ്പം തന്നെ അവർ എന്താ പറയുക കലാപരമായിരിക്കും സെലിബ്രേഷൻ സമയത്ത് കുട്ടികളെ കൊണ്ട് പാട്ടും ഡാൻസും അങ്ങനത്തെയൊക്കെ ഒരു സെലിബ്രേഷൻ, വിഷു, ക്രിസ്മസ്, ന്യൂ ഇയർ, ആ സമയത്തൊക്കെ സെലിബ്രേഷൻ സാധാരണ ഉണ്ടാവില്ല. ആ സമയത്തൊക്കെ
മോനും അവൻ്റെ ഫ്രണ്ട്സൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, സാധാരണ മറ്റുള്ള സ്കൂളിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ചില സ്കൂളുകൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് എൻ്റെ അറിവ് പ്രകാരം. ഇവിടെ മുല്ലശ്ശേരി അച്ഛൻ്റെ അണ്ടറിൽ എനിക്ക് തോന്നുന്നത് കുട്ടികളെ വളരെ ഹാപ്പിയെന്ന് തോന്നുന്നു. അവർ 2 വർഷം മുല്ലശ്ശേരി അച്ഛൻ്റെ ഒരു കെയറിലും അവരെ ടീച്ചേഴ്സിൻ്റെയും പിന്നെ ഹോസ്റ്റൽ വാർഡൻസ് ആയാലും എപ്പോഴും നമ്മൾക്കിപ്പോൾ അവരെന്തെങ്കിലും ഒരു അസുഖം വന്ന് വിളിച്ചാലും അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ട് വിളിച്ചാലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് തന്നെ കാണാനും എല്ലാം അവർ സൗകര്യം ഒരുക്കിയിരുന്നു. ഞങ്ങൾ മോനും തന്നെ കോട്ടയത്ത് പോയിട്ട് പഠിക്കണം, ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടിയത് KE സ്കൂൾ മാങ്ങാനാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് അവിടെ. ഇപ്പോഴത്തെ സ്റ്റഡീസിൽ മോൻ അവിടെ PCMB സ്പെഷ്യൽ ബാച്ചിലാണ് പഠിച്ചിരുന്നത്. ഈ ക്ലാസ് ടീച്ചർ ലെജി മിസ് ആയിരുന്നു. മിസ്സും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു.